ഹലോ ഓൾ, വെൽക്കം ടു കാറ്റലറ്റിക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററാണ്. അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ ഇക്കോണമി ഒരുപാട് കാലം കൊളോണിയൽ റൂളിലായിരുന്നു അല്ലേ, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ഏകദേശം 200 ഇയേഴ്സ് നമ്മൾ കൊളോണിയൽ റൂളിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഈ കൊളോണിയൽ റൂളിൽ ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയായിരുന്നു എന്ന കാര്യമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ പോകുന്നത്. ഇതിൽ വരുന്ന കോണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ഇൻട്രൊഡക്ഷനാണ്. രണ്ടാമതായി ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ, അതായത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇക്കോണമിയിലുണ്ടായ ലോ ലെവലായിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ്, താഴ്ന്ന ഗതിയിലുള്ള സാമ്പത്തിക വികസനം ആണ് രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്. മൂന്നാമതായി കൊളോണിയൽ റൂളിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ അഗ്രികൾച്ചറൽ സെക്ടർ എങ്ങനെയായിരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയായിരുന്നു, ഫോറിൻ ട്രേഡ് അതായത് വിദേശ വ്യാപാരം എങ്ങനെയായിരുന്നു, ഡെമോഗ്രാഫിക് കണ്ടീഷൻ അതായത് നമ്മുടെ പോപ്പുലേഷനെയാണ് ജനസംഖ്യ, ആ രീതിയിൽ ഡെമോഗ്രാഫിക് കണ്ടീഷൻ എങ്ങനെയായിരുന്നു, അതേപോലെ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയായിരുന്നു. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമുക്കറിയാം, ഈ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ, ഗതാഗത സൗകര്യങ്ങളൊക്കെ അതിൽ പെടുന്നതാണ്. അതേപോലെ ഒരു കൺക്ലൂഷനും ആയാൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റത്തെ ടോപ്പിക്കാണ്, നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുണ്ട്. എന്താണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ, അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു കോട്ട് കാണാം അല്ലേ, അത് വിക്ടർ അലക്സാണ്ടർ റൂസിൻ്റെ ഒരു കോട്ടാണ്. അത് ഹി വാസ് എ വൈസ്രോയ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഇൻ 1894. 1894 1894 ബ്രിട്ടീഷ് ഇന്ത്യയിൽ വൈസ്രോയി ആയിട്ടുള്ള വിക്ടർ അലക്സാണ്ടർ റൂസിൻ്റെ ഒരു കോട്ടാണ് തന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഇന്ത്യ ഈസ് എ പൈവറ്റ് ഓഫ് അവർ എംപയർ. ഇഫ് ദ എംപയർ ലോസസ് എനി അതർ പാർട്ട് ഓഫ് ഇറ്റ്സ് ഡോമിനേഷൻ വി ക്യാൻ സർവൈവ്, ബട്ട് ഇഫ് വി ലോസ് ഇന്ത്യ ദ സൺ ഓഫ് അവർ എംപയർ വിൽ ഹാവ് സെറ്റ്. അതായത് അതിൻ്റെ മലയാളം പരിഭാഷ കാണാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമാണ് അല്ലേ, കേന്ദ്ര ബിന്ദുവാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാമ്രാജ്യത്തിന് അതിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തിൽ ആധിപത്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമാണ് അല്ലേ. ഏത് രാജ്യത്തിൻ്റെ സാമ്രാജ്യമാണ്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമാണ് അല്ലേ, അല്ലെങ്കിൽ കൊളോണിയൽ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പം ഈ സാമ്രാജ്യത്തിന് അതിൻ്റെ ഏതെങ്കിലും അതിൻ്റെ ഒരു ഭാഗത്ത് ആധിപത്യം നഷ്ടപ്പെട്ടു പോയാൽ അത് തീർച്ചയായിട്ടും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അത് അതിജീവിക്കാൻ പറ്റും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇഫ് വി ലോസ് ഇന്ത്യ, അതായത് അവർക്ക് ഇന്ത്യയെ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിക്കും എന്നാണ് പറയുന്നത് അല്ലേ. ദ സൺ ഓഫ് അവർ എംപയർ വിൽ ഹാവ് സെറ്റ് എന്ന് ലാസ്റ്റ് ലൈനിൽ കാണാം അല്ലേ. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആര് കൊടുത്തു? ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അവരുടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കണ്ടത്. അഥവാ അവരെ കൈപ്പിടിയിൽ നിന്ന് ആ സമയത്ത് ഇന്ത്യയെ നഷ്ടപ്പെട്ടാൽ അവർക്ക് അവരുടെ സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ തന്നെ അസ്തമിക്കുമെന്ന രീതിയിലാണ് അവർ കാണുന്നത്. ഈ കോഴ്സിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് ബ്രിട്ടീഷുകാർ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ബ്രിട്ടീഷുകാർക്ക് മുന്നേയും ഒരുപാട് സാമ്രാജ്യ ശക്തികൾ ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് അല്ലേ, അറബ്സ്, അങ്ങനെ ഒരുപാട് സാമ്രാജ്യ ശക്തികൾ നമ്മുടെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ നമുക്കറിയാം 200 വർഷത്തോളം ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 15th August 1947 അല്ലേ. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയായിരുന്നു, അവരുടെ കൊളോണിയൽ റൂൾ ടൈമിലെ ഇന്ത്യൻ ഇക്കോണമിയിലെ ഓരോ സെക്ടറും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ഏകദേശം മനസ്സിലായല്ലോ. അതിൽ വലിയ പോയിൻറ്റ്സ് ഒന്നുമില്ല, ഏകദേശം നമ്മുടെ ഒരു ഔട്ട്ലൈൻ തരുന്നത് തന്നെയാണ്. നമുക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്ന ബേസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ലൈനാണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. അതായത് കൊളോണിയൽ റൂളിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിലെ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിലെ
സാമ്പത്തികപരമായിട്ടുള്ള വികസനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ. ലോ ലെവലായിരുന്നു, അതായത് വളരെ താഴ്ന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കറിയാം അഗ്രികൾച്ചർ ഫസ്റ്റ് പോയിൻ്റായിട്ട് ഓരോ പോയിൻറ്റ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ശ്രദ്ധിക്കുക. അഗ്രികൾച്ചർ വാസ് എ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ മോസ്റ്റ് പീപ്പിൾ. നമുക്കറിയാം ഇന്ത്യൻ ഇക്കോണമിയിൽ എക്സ്പെഷ്യലി ഏറ്റവും കൂടുതൽ ആളുകൾ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സെക്ടറാണ് അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത് അല്ലേ. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സെക്ടറാണ്, ഒരു മേഖലയാണ് അഗ്രികൾച്ചർ അഥവാ കൃഷി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വേരിയസ് കൈൻഡ്സ് ഓഫ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് കൃഷിയിലാണെങ്കിൽ കൂടി തന്നെ മറ്റുള്ള അതും ബേസ് ചെയ്തിട്ടുള്ള, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് മേഖലകളിലും ആളുകൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് നോക്കുക, അതായത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് അല്ലേ, അവർ ചെറുകിട വ്യവസായ സംരംഭങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. കോട്ടൺ, സിൽക്ക് ടെക്സ്റ്റൈൽസ്, മെറ്റൽസ്, പ്രിഷ്യസ് സ്റ്റോൺ വർക്ക്സ് എന്നിവയൊക്കെ ഇത്തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി വേൾഡ് വെൽ നോൺ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിരുന്നു അല്ലേ. അതായത് ഈ 3 പോയിൻറ്റ്സിലും ഉദ്ദേശിച്ചത് ഇന്ത്യൻ ഇക്കോണമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്തിരുന്ന ഒരു സെക്ടറായിരുന്നു അഗ്രികൾച്ചർ. എന്നാൽ നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിലും അതായത് മാനുഫാക്ചറിങ് സെക്ടറിലും ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരുപാട് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ ഇക്കോണമിയിൽ നല്ല രീതിയിൽ ഒരു പുരോഗമനം ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്മോൾ സ്കെയിൽ ഹാൻഡിക്രാഫ്റ്റ് കരകൗശല വ്യവസായങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം പോട്ടറി മേക്കിംഗ് അല്ലേ, മൺകല നിർമ്മാണം, മറ്റുള്ള ഹാൻഡിക്രാഫ്റ്റ് കൈകൊണ്ട് നമുക്ക് ചെയ്യുന്ന ഒരുപാട് ആഭരണങ്ങൾ, അതേപോലെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കോട്ടൺ, അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സിൽക്ക് ടെക്സ്റ്റൈൽസൊക്കെ വേൾഡ് വെൽ നോൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മെറ്റൽസ്, ഇവിടെ നിന്ന് കിട്ടുന്ന പ്രിഷ്യസ് ആയിട്ടുള്ള വില മതിക്കാനാവാത്ത ഈ സ്റ്റോണുകൾ, കല്ലുകളില്ലേ, ഇതൊക്കെ വേൾഡ് വൈഡായിട്ട് അറിയപ്പെടുന്ന കാര്യമായിരുന്നു. അങ്ങനെ ഇതൊക്കെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് എന്ത് ചെയ്തു, അവർക്ക് അവരുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തരുത് എന്നുള്ള എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത പോയിൻ്റായിട്ട് നോക്കാം. കൊളോണിയൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ വാസ് കൺസേൺ മോർ വിത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദർ ഹോം കൺട്രി ദാൻ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി അല്ലേ. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അവരുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ, ബ്രിട്ടനിലെ അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു ഇവിടെയുള്ള കൊളോണിയൽ ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അല്ലാതെ ഇന്ത്യൻ ഇക്കോണമിയെ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതിയൊന്നും ആർക്കുണ്ടായിരുന്നില്ല, ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. അത് കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ സ്ട്രക്ചർ ആകെ മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഇന്ത്യൻ ഇക്കോണമി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ഇറ്റ് ഇസ് ട്രാൻസ്ഫോമിങ് ദ കൺട്രി ഇൻ ടു സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഫ്രം ബ്രിട്ടൻ. നമുക്കറിയാം ബ്രിട്ടൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഇൻപുട്സുകൾ, അത് നമുക്കറിയാം. ഇന്ത്യ എന്ന് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് എന്താണ്, ഒരു കലവറയാണ് അല്ലേ, ഒരുപാട് റിസോഴ്സസിൻ്റെ കലവറയാണ് ഇന്ത്യ എന്നറിയപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് റിസോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ റിസോഴ്സസ്, ഇത്തരത്തിലുള്ള വിഭവങ്ങൾ എന്ത് ചെയ്യും, ബ്രിട്ടനിലേക്ക് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും അല്ലെ, കയറ്റുമതി ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് മെഷീൻ മെയ്ഡായിട്ടുള്ള പ്രൊഡക്ട്സ് ഈ നമ്മുടെ ഈ ഇൻപുട്സ് ഉപയോഗിച്ചിട്ട് അവർ നിർമ്മിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവരത് തിരിച്ച് തന്നെ ഇന്ത്യൻ ഇക്കോണമിയിൽ, ഇന്ത്യയുടെ മാർക്കറ്റിലേക്ക് തന്നെ വന്ന് വിൽക്കും. എന്തിനാ, ഹൈ പ്രൈസിൽ വില കൂട്ടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ ഫിനിഷ്ഡ് ആയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ, അതായത് അവർ നിർമ്മിച്ച മെഷീൻ മെയ്ഡായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ വലിയ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു ആ സമയത്ത് ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ലേ. കാരണം ഇന്ത്യയിൽ നമ്മുടെ വസ്തുക്കൾ, അതായത് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് എന്താണ്, നല്ല രീതിയിലൊരു ഡിമാൻഡ് കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാവുന്നതാണ് അല്ലേ. അങ്ങനെ ഇന്ത്യൻ ഇക്കോണമി ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്
എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അടുത്ത ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എസ്റ്റിമേറ്റ് ഇന്ത്യസ് നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. അതായത് ആ സമയത്ത് നമ്മുടെ നാഷണൽ ഇൻകം, അതായത് ദേശീയ വരുമാനം, ആ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം, അതായത് പ്രതിമാസ വരുമാനം അല്ലേ, ഒരു മാസത്തിൽ ഒരു വ്യക്തിയുടെ വരുമാനം എത്ര, അതാണ് പെർ ക്യാപിറ്റ ഇൻകം. ഒരു വർഷത്തിൽ ഉണ്ടാവുന്ന നമ്മുടെ കൺട്രിയുടെ ടോട്ടൽ ഇൻകമായിട്ട് നമുക്ക് നാഷണൽ ഇൻകത്തിനെ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ദേശീയ വരുമാനവും അതേപോലെ പ്രതിമാസ വരുമാനം, അതായത് പെർ ക്യാപിറ്റ ഇൻകവും മെഷർ ചെയ്യാൻ ആ സമയത്ത് ബ്രിട്ടീഷുകാർ, കൊളോണിയൽ ഗവൺമെൻറ് വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലായിരുന്നു. എന്നാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. ദാദാഭായ് നവറോജി അല്ലേ, ദാദാഭായ് നവറോജി, അതേപോലെ വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, BKRB റാവു, RC ദേശായി എന്നിവർ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം അഗ്രികൾച്ചർ ആയിരുന്നു ഇമ്പോർട്ടൻറ്റ്. എന്നാലും മാനുഫാക്ചറൽ സെക്ടറും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, അതായത് കരകൗശല വ്യവസായങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് പ്രൊഡക്ട്സ് പറഞ്ഞല്ലോ, കോട്ടൺ, സിൽക്ക് ടെക്സ്റ്റൈൽസ്, മെറ്റൽസ്, പ്രിഷ്യസ് ആയിട്ടുള്ള സ്റ്റോണുകൾ, ഇതിനൊക്കെ വേൾഡ് മാർക്കറ്റിൽ തന്നെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അവരുടെ ഇൻട്രസ്റ്റ്, എക്കണോമിക് ഇൻട്രസ്റ്റ് ആയിരുന്നു പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത്. ഇന്ത്യൻ ഇക്കോണമിക്ക് വേണ്ടിയിട്ട് യാതൊരു കാര്യവും ആ സമയത്ത് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പറയാം. പിന്നെ അതേപോലെ ആ സമയത്ത് നമ്മുടെ നാഷണൽ ഇൻകം, അതേപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത ആളുകളെയും ഒന്ന് ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇത്രയാണ് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങളുടെ ഡൗട്ടുകളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.